വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഈ എപ്പിസോഡ്. പ്രകൃതി മനുഷ്യന് നൽകുന്ന ഗുണങ്ങളാണ് സത്വരജതമോ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് മനസ്സ് വിവിധ വിഷയങ്ങളിലോട്ട് ശ്രദ്ധയെ തിരിച്ചു വിടുന്നത്. വിഷയങ്ങളിലുള്ള താല്പര്യത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. സത്വരജതമോ ഗുണങ്ങൾക്കനുസരിച്ച് മനുഷ്യന് വിഷയങ്ങളിലുണ്ടാകുന്ന ശ്രദ്ധ 3 വിധമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. സത്വഗുണമുള്ളവരുടെ ശ്രദ്ധയെ സാത്വികി ശ്രദ്ധ എന്നും രജോ ഗുണമുള്ളവരുടെ ശ്രദ്ധയെ രാജസി ശ്രദ്ധ എന്നും തമോ ഗുണമുള്ളവരുടെ ശ്രദ്ധയെ താമസി ശ്രദ്ധ എന്നും വിവരിക്കുന്നു. സത്വരജ തമോ ഗുണമുള്ളവരുടെ ശ്രദ്ധ എങ്ങനെയാണ് ആഹാരം, അതായത് ഭക്ഷണം, യജ്ഞം, ദാനം, തപസ് ഇവയിൽ വേർപെടുന്നു എന്നുള്ള കാര്യം ഭഗവാൻ വിവരിക്കുന്നു. ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സസ്വഭാവജാം സാത്വികീ രാജസി ചൈവ താമസി ചേതി താം ശൃണു. ആഹാരസ്ത്വഭി സർവസ്യാം ത്രിവിധാ ഭവതി പ്രിയാ യജ്ഞതപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ആദ്യമായി ആഹാരത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. കാരണം ഭക്ഷണം നമ്മുടെ സ്വഭാവത്തെ സാരമായി ബാധിക്കുന്നു. സാത്വികന്മാർക്ക് ആയുസ്, ആരോഗ്യം, ശരീരമനസ്സുഖങ്ങൾ, പ്രീതി, മനസ്സമാധാനം ഇവയെ വർദ്ധിപ്പിക്കുന്നവയും സ്വാദുള്ളതും മയമുള്ളതും എന്ന് വെച്ചാൽ ലഘുവായതും ശുദ്ധമായതുമായ ആഹാരങ്ങളാണ് ഇഷ്ടം. ഇവ ശരീരാരോഗ്യവും മനഃശാന്തിയും മനഃശക്തിയും തന്ന് സത്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. തുടർന്ന് രാജസാഹാരത്തെപ്പറ്റി വിവരിക്കുന്നു. കടുത്ത എരി, പുളി, ഉപ്പ്, ചവർപ്പ്, ചൂട്, കാഠിന്യം ഇവയോടുകൂടിയ മയമില്ലാത്ത ആഹാരങ്ങളാണ് രജോ ഗുണക്കാർക്ക് ഇഷ്ടം. ഇത്തരം ആഹാരങ്ങൾ ദേഹത്തിന് അസുഖവും മനസ്സിന് അശാന്തിയും നൽകുന്നു. കാമരാഗങ്ങൾക്ക് വശംവദരായി കാമ്യകർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന രജോ ഗുണക്കാർക്ക് ഈ ആഹാരങ്ങളാണ് ഇഷ്ടം. ഈ ഭക്ഷണം അവരുടെ മനോവികാരങ്ങളെ കൂടുതൽ ഇളക്കി കൂടുതൽ കർമ്മനിരതരാക്കി ആഗ്രഹങ്ങളെ വളർത്തുന്നു. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാഃ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാരാ സാത്വികപ്രിയാ കഡ്വം ലലവണാത്യുഷ്ണാ തീഷ്ണരൂക്ഷവിദാഹിനകാം ആഹാരാ രാജസസ്യേഷ്ടാം ദുഃഖശോകമയപ്രദാം. തുടർന്ന് തമോ ഗുണക്കാർക്ക് ഇഷ്ടമുള്ള ആഹാരത്തെപ്പറ്റി വിവരിക്കുന്നു. തണുത്താറിയതും പഴകിയതും വലുതായി മണം ഗുണം ഇല്ലാത്തതും അശുദ്ധമായതും ദുഷിച്ചു തുടങ്ങിയതുമായ ആഹാരങ്ങളാണ് അവർക്ക് ഇഷ്ടം. ആഹാരങ്ങൾ ഉണ്ടാക്കി അതിനെ ചൂടോടെ കഴിക്കാനുള്ള ശ്രദ്ധയൊന്നും അവർക്കില്ല. അജ്ഞതയിലും അലസതയിലും മുഴുകിയിരിക്കുന്ന അവർക്ക് ഈ ആഹാരങ്ങൾ അവരെ കൂടുതൽ അജ്ഞതയിലോട്ട് തള്ളുന്നു. യാതയാമം ഗദരസം ഭൂതിപര്യുഷിതം ചയത് ഉച്ഛിഷ്ടാമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. തുടർന്ന് സത്വരജതമോ ഗുണക്കാരുടെ യജ്ഞത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ച് പറയുന്നു. ആദ്യമായി ഫലകാംക്ഷയില്ലാതെ ശാസ്ത്രവിധി പ്രകാരം മനസ്സിനെ ഭഗവാനിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് അനുഷ്ഠിക്കുന്ന യജ്ഞം സാത്വിക യജ്ഞം എന്ന് പറയപ്പെടും. ഇത് നിശ്ചയമായും ഫലം തരുന്നതാണ്.
രാജസീ ഗുണമുള്ളവർ ഫലപ്രതീക്ഷയോടുകൂടി നിരന്തരമായ ആഗ്രഹങ്ങളോടും ആകാംക്ഷകളോടും കൂടി തൻ്റെ ശക്തിയെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന യജ്ഞമാണ് രാജസി യജ്ഞം. ഇത് ഒരിക്കലും ശരിയായ യജ്ഞമല്ല. ഇത് മനഃശാന്തി നൽകുകയും ഇല്ല. ഇനി താമസി യജ്ഞം എന്തെന്ന് ഭഗവാൻ പറയും. ശാസ്ത്രവിധികളെ മാനിക്കാതെ യജ്ഞം ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും നന്നം ദക്ഷിണ ഇവ നൽകാതെ ഉദ്ദേശശുദ്ധിയില്ലാതെ ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന യജ്ഞമാണ് താമസി യജ്ഞം. ഇത് ഒരിക്കലും നന്മയിലോട്ട് നയിക്കുകയില്ല. ഇനി തുടർന്ന് ഭഗവാൻ തപസ്സുകളിൽ സത്വരജതമോ ഗുണങ്ങളിലുള്ള ശ്രദ്ധ എങ്ങനെ വേർപെടുന്നു എന്ന് വിവരിക്കുന്നു. ഈ 3 വിധത്തിലുള്ള തപസ്സുകളാണ് ഭഗവാൻ നമുക്ക് വിവരിക്കുന്നത്. ശരീരം കൊണ്ടുള്ള തപസ്, വാക്കുകൊണ്ടുള്ള തപസ്, മനസ്സുകൊണ്ടുള്ള തപസ്. ഈ 3ഉം എങ്ങനെയാണ് സത്വരജതമോ ഗുണക്കാർ ചെയ്യുന്നത് എന്നുള്ളത് ഭഗവാൻ നമുക്ക് വിവരിക്കുന്നു. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.